കേരള തിയേറ്ററുകളിൽ വമ്പൻ ഓളമാണ് മോഹൻലാലിന്റെ റിലീസ് ചിത്രം 'ചോട്ടാ മുംബൈ' സൃഷ്ടിക്കുന്നത്. അൻവർ റഷീദും ബെന്നി പി നായരമ്പലവും ചേർന്ന് ഒരുക്കിയ ചിത്രം 2007 വിഷു റിലീസായി ഇറങ്ങിയ മമ്മൂട്ടിയുടെ അമൽ നീരദ് ചിത്രം ബിഗ് ബിയെ മറികടന്ന് വിഷു വിന്നറായി മാറിയിരുന്നു. പിൽക്കാലത്ത് ഒരു കൾട്ട് ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും 'ചോട്ടാ മുംബൈ'ക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇന്നും കാണുന്ന ഈ ട്രെൻഡിങ്. എന്നാൽ ഈ വർഷത്തെ ഇയർ ടോപ്പറാവാൻ 'ചോട്ടാ മുംബൈ' കഴിഞ്ഞില്ലായിരുന്നു. ബിഗ് ബിയെ ക്ലാഷിൽ മുട്ടുകുത്തിച്ചെങ്കിലും ആ വർഷം കളക്ഷന്റെ കാര്യത്തിൽ തലയ്ക്കും പിള്ളേർക്കും മൂന്നാം സ്ഥാനം മാത്രമേ നേടാൻ പറ്റിയുള്ളൂ. ഒരുപാട് മികച്ച സിനിമകൾ ഇറങ്ങിയ 2007 മോഹൻലാലിന്റെ 2 ചിത്രങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. എന്നാൽ ഒന്നാമനായി എത്തിയത് ഒരു മമ്മൂട്ടി ചിത്രമായിരുന്നു. ഷാഫി സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ 'മായാവി'യാണ് 2007 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം. ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം 15 കോടിയാണ് ചിത്രം ആ വർഷം കളക്ട് ചെയ്തത്. 100 ദിവസത്തിന് മുകളിൽ ഈ ചിത്രം തിയേറ്ററിൽ ഓടുകയും ചെയ്തു. മോഹൻലാലിനെ നായകനാക്കി റാഫി മക്കാട്ടിൽ സംവിധാനം ചെയ്ത 'ഹലോ' ആണ് മായാവിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. 12 കോടിയോളം ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടി. 'ചോട്ടാ മുംബൈ'യുടെ അന്നത്തെ കൃത്യമായ കളക്ഷൻ വിവരം ലഭിച്ചില്ലെങ്കിലും സിനിമാ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം മൂന്നാം സ്ഥാനത്താണ് ഈ ചിത്രമുള്ളത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ലിമിറ്റഡ് റിലീസിൽ വരെ കളക്ഷൻ വാരിക്കൂട്ടുകയാണ് 'ചോട്ടാ മുംബൈ'. ആ വർഷം അത്രയും സെലിബ്രിറ്റി ചെയ്യാതിരുന്ന 'ചോട്ടാ മുംബൈ'യും മമ്മൂട്ടിയുടെ 'ബിഗ് ബി'യുമായിരുന്നു ആ വർഷം ഇറങ്ങിയതിൽ സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായപ്പെട്ട ചിത്രങ്ങൾ. ഇപ്പോഴുള്ള റീ റിലീസിലും 'ചോട്ടാ മുംബൈ' അതിന്റെ എല്ലാ ശക്തിയും കാണിക്കുകയാണ്. പ്രീ റിലീസ് ആദ്യ ദിനം 40 ലക്ഷം നേടിയ ചിത്രം രണ്ടാം ദിനം 75 ലക്ഷവും മൂന്നാം ദിനം 79 ലക്ഷവും നേടി. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ ഉയരാനാണ് സാധ്യത.